കാരണം എൻ്റെ ലൈഫിലെ ഒരു നല്ലൊരു ടേണിംഗ് പോയിൻ്റാണത്. ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയ റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. 33ാമത്തെ ദിവസമാണെന്ന്. ഇനി നാളെയും മറ്റന്നാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരും. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ മോർ ദാൻ 100% ഐ എം ഹാപ്പി. എൻ്റെ പേര് PR രാമചന്ദ്രൻ. ഞാൻ മിലിറ്ററി എഞ്ചിനീയർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് 6 വർഷം മുമ്പ്. അതിനുശേഷം ഞാൻ നാട്ടിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. കുറച്ച് സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ നാട്ടിലെ കുറച്ച് ചില പ്രശ്നങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെട്ടുന്ന ആളും കൂടിയായിരുന്നു. അതിനിടയിൽ സർവീസിൽ വെച്ച് 2011 ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് എനിക്ക് ഹാർട്ടിന് ചെറിയ പ്രോബ്ലം വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഓഫീസിൽ നിന്ന് ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാർട്ടിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ ആൻജിയോഗ്രാം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്ലൈറ്റ് കാർഡിയോ മയോപ്പതിയും പറഞ്ഞിരുന്നു. അതിൻ്റെ അനുസരിച്ച് അവർ മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വളരെ എല്ലാം നോർമലായിട്ട് വന്നു. ബാക്കി എല്ലാ ഇതും നോർമലായിരുന്നു. അപ്പോൾ ഈ മരുന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2022 വരെയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2022 ജാനുവരിയിൽ എനിക്ക് കൊറോണ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷുഗർ കൊളസ്ട്രോളും ഇതുമെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷുഗർ വന്നേക്കുന്നു. ഷുഗർ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, പ്രഷർ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, കൊളസ്ട്രോൾ ചെറുതായിട്ട് കാണുന്നു. അപ്പോൾ അതിന് പിന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീമിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ കടവന്ത്രയ്ക്ക് അടുത്തുള്ള സിൽവർ ലൈൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ എനിക്ക് ചെറുതായിട്ട് ഒരു ചെറിയ കഥപ്പ് പോലെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് കാർഡിയോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എക്കോയും TMT റെക്കമെൻഡ് ചെയ്തു. എക്കോ എടുത്തു. TMT ചെയ്ത് കഴിഞ്ഞപ്പോൾ TMT പോസിറ്റീവായി ആയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. 3 ബ്ലോക്കിലെ ഒരെണ്ണം 100% ബ്ലോക്ക്. അത് മെയിൻ ഇതിനെ സ്റ്റണ്ട് ഇടാൻ പറ്റില്ല. സ്റ്റണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാരണം അതൊരു ജംഗ്ഷൻ പ്ലേസിലാണ് ബ്ലോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ സക്സസ് ആവില്ല. അതുകൊണ്ട് ബൈപ്പാസ് ചെയ്യണം. അപ്പോൾ ബൈപ്പാസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചോദിച്ചു ബൈപ്പാസ് എവിടെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റൊക്കെ തന്നു. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ജൂലൈ 3-ാം തീയതി എന്നോട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ജൂലൈ 5-ന് സർജറിയും ഫിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ ബാംഗ്ലൂരുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ ജയദേവയിൽ തന്നെ വീണ്ടും പോകാമെന്ന് വെച്ചിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയി അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെയും അവിടെയും അവർ എക്കോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് ജൂലൈ 18-ാം തീയതിയിലത്തെ ഡേറ്റ് തന്നു അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. കാരണം സർജറി ചെയ്തേ പറ്റുള്ളൂ, ഉടനെ ചെയ്യണം എന്നുള്ളതും കൂടി പറഞ്ഞു. ഞാൻ ഈ സോഷ്യൽ വർക്ക് നാട്ടിലെനിക്കുണ്ട് കുറച്ച്. എനിക്കൊരിക്കലും ഇങ്ങനെ അപ്പോൾ ബൈപ്പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം ഇതിൻ്റെ റെസ്റ്റ് തന്നെ വേണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം നമ്മൾ റെസ്ട്രിക്റ്റഡ് ലൈഫായിരിക്കും എന്നുള്ളത് ഞാൻ ചോദിച്ചു. അതിൻ്റെ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 9 മാസത്തെ ആക്റ്റീവ് ലൈഫ് ഞാൻ സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അതിന് പകരം വേറെ ഏതാണ് ആൾട്ടർനേറ്റീവ് എന്നുള്ളത് ചിന്തിച്ചിട്ട് ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഫംഗ്ഷനിൽ വേറൊരു സുഹൃത്തിനെ ഞാൻ കാണുന്നത്, ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 5-6 വർഷം മുമ്പ് എനിക്ക് അറിയായിരുന്നു അദ്ദേഹത്തിന് ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ സീരിയസ് പ്രോബ്ലം ആണെന്നും അറിയായിരുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം എനിക്കിപ്പോൾ ഈ പ്രോബ്ലം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ എനിക്ക് ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞിരുന്നതാണ് ഡോക്ടേഴ്സ്. ഞാൻ പക്ഷേ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ EECP ക്ലിനിക്ക് ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ EECP ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ EECPയെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരനെ ഒരു റഫായിട്ട് എനിക്കൊരു ഐഡിയ തന്നു. ഇങ്ങനെ രണ്ട് കാലുകളിലും ഇങ്ങനെ പ്രഷറിനെ നമ്മൾ ചുറ്റുന്ന പോലെയുള്ള സാധനങ്ങൾ ചുറ്റിയിട്ട് മെഷീനിൽ കൂടി നമുക്ക് പ്രഷർ തന്ന് ഇത് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അത്രേ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞാൻ നേരെ ഇവിടെ വരികയാണ്. നേരെ വന്ന് ഞാൻ ഡോക്ടറെ കണ്ടു. സെയിം ഡേയിൽ തന്നെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 33 ഡേയ്സാണ്. എനിക്കൊരു 12 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോടുകൂടി ഉണ്ടല്ലോ എൻ്റെ ഇതിലേ മാറ്റം വന്നു. ഞാൻ വളരെ ആക്റ്റീവായി, വീണ്ടും പഴയ പോലെ ആക്റ്റീവായി. എനിക്ക് എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും വളരെ സുന്ദരമായിട്ട് നടത്താൻ പറ്റുന്നുണ്ട്. എൻ്റെ എനർജി ലെവൽ കൂടിയിട്ടുണ്ട്. എനിക്ക് വളരെ ഇതായിട്ട് പറയാറുണ്ട്. ഇപ്പം ഞാനും വൈഫും കൂടി രാവിലെ നടക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുമ്പോഴും പുള്ളിക്കാരി ഇപ്പം എൻ്റെ അടുത്ത് പറയും, ഇപ്പം നിങ്ങളുടെ എനർജി ലെവലൊക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞാൽ എനിക്ക് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതാണ്. അപ്പോൾ അതും എൻ്റെ ഫാമിലിക്കും അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ ആ എനർജി ലെവല്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഇത് കൂടുതൽ എനിക്ക് വേണ്ടത്. കാരണം ബൈപ്പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈപ്പാസിന് ഞാൻ പറഞ്ഞു ഒന്നത് ഫിനാൻഷ്യലി എനിക്ക് കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്ത് കിട്ടുമായിരുന്നു. CGHS ബെനിഫിഷ്യറി ആയതുകൊണ്ട് എനിക്ക് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുമായിരുന്നു. ചെയ്ത് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരമല്ല, കാരണം വീണ്ടും ഇത് വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും കുറച്ച് ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ യാതൊരു വിധത്തിലും ഇത് എഫക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ റാദർ എനിക്കത് ഇമ്പ്രൂവ് ചെയ്തു. എൻ്റെ ഒരു 9 months ബ്ലോക്കേജ് എനിക്ക് മാറിക്കിട്ടുകയും ചെയ്തു. ഞാൻ ആക്റ്റീവാണ്. കാരണം ഞാൻ ഹൈക്കോടതിയിൽ പാർട്ടി ആൻഡ് പേഴ്സണായിട്ട് കേസൊക്കെ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് കേസ് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്കത് അപ്പിയർ ചെയ്യണം. അതെല്ലാം കാരണം കൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ ഈ സർജറിയെ മാറ്റി നിർത്തിയത്. സർജറി എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആക്റ്റീവ് ലൈഫ് പോകും. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ അത് കാരണം എനിക്കിപ്പോൾ ഒരു ഗുണമായി എൻ്റെ ലൈഫിൽ. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, സർജറി എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഈ കാര്യത്തിന് ഞാൻ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിൻ്റെ ആവശ്യമില്ല. അതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോമിലി അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫാമിലി അറ്റാച്ച്മെൻറ്റ് പോലെ തോന്നും ഇവിടെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെയുള്ളൊരു ഫീലിംഗ് കൂടി എനിക്കുണ്ട്. കാരണം ഇതിപ്പോൾ ഞാനിപ്പോൾ മറ്റന്നാൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇടയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും ഇവിടെ വരും. കാരണം എൻ്റെ ലൈഫിലൊരു നല്ലൊരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയ റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. ഐ എം എൻജോയിങ് ദാറ്റ്.